കുഴപ്പമില്ല എന്നല്ല, എന്താണെന്നെങ്കിലും നമ്മൾ ഫേസ് ചെയ്യണമല്ലോ. നമുക്കിപ്പോൾ എന്തെങ്കിലും അതതിൻ്റെ അപ്പം ചെയ്യും. മറുപടി എഴുതി വെച്ചിരിക്കുന്നു, അതാണ് ഞാൻ താമസിച്ചത്. ഇത്ര സമയം എല്ലാം വിത്ത് തെളിവ്. ഇത് സ്വന്തമായിട്ട് തന്നെ കൊടുക്കുന്നത്. ഞാൻ എൻ്റെ കൈപ്പടയിൽ എഴുതി നേരിട്ട് ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് കൊടുക്കുകയാണ്, വേറെ ആരും അറിയിക്കാം. കൊടുക്കാൻ പോകുന്ന വിശദീകരണം ഓൾറെഡി സമിതിക്ക് മുൻപാകെ കൊടുത്ത കാര്യങ്ങളല്ലേ, ആ തെളിവുകളും കാര്യങ്ങളെല്ലാം ഓൾറെഡി കൈമാറിയിട്ടുണ്ടല്ലോ. പക്ഷെ അത് കണ്ടിട്ടും അവർക്ക് ബോധ്യപ്പെടുന്നില്ല. അല്ല, അതിപ്പോൾ അന്വേഷണ സമിതി എന്ന് പറയുന്നവർ അവർ പ്രത്യേക കുറച്ച് വിഭാഗക്കാരാണ്. അവർ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്തതെന്ന് നമുക്കറിയില്ലല്ലോ. അത് പല ലെവലിൽ ഇന്റർപ്രറ്റ് ചെയ്തു പോകുമ്പോൾ പല രീതിയിലായിരിക്കുമല്ലോ പോവുക. അപ്പോൾ ഇതിൻ്റെ ചോദിച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറി, ഹെൽത്ത് സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ എൻ്റെ മറുപടി നേരിട്ട് കൊടുക്കുകയാണ്. എന്താണ് എൻ്റെ സംഭവം എന്നുള്ളത് അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ആരോഗ്യവകുപ്പിലെ കെടുകാര്യസ്ഥത പൊതുസമൂഹത്തെ അറിയിച്ച ഹാരിസ് ചിറക്കൽ എന്ന മനുഷ്യസ്നേഹിയായ ഡോക്ടറെ കള്ളനാക്കാൻ സർക്കാരിൻ്റെ കുടിലതന്ത്രം. മെഡിക്കൽ കോളേജിൽ ഡോക്ടർ കസ്റ്റോഡിയൻ ആയിട്ടുള്ള ഒരു ഉപകരണം കാണാനില്ലത്രേ. ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഉപകരണക്ഷാമം പരിഹരിക്കാനല്ല, മറിച്ച് ഡോക്ടറെ ക്രൂശിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് സർക്കാർ പിന്മാറേണ്ടതാണ്. പ്രതികാരം തീർക്കാനുള്ള സമയമല്ല ഇത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഡോക്ടർ ഹാരിസിന് അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെന്റ് തല നടപടിയാണ്. സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി. തിരുവനന്തപുരത്ത് MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പം അതിനു മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട്, ഇത് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല. അപ്പോൾ ഈ വിദഗ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിന് സജസ്റ്റ് ചെയ്തു. അപ്പോൾ അതിലൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ, കാരണം അതൊരു കളവ് പോയി എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ അവിടെ കാണുന്നില്ല എന്നുള്ളതാണല്ലോ, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമിതിയുടെ അന്വേഷണത്തിലാണ്, സമിതി എല്ലാം അവിടെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ പ്രധാനപ്പെട്ട ശസ്ത്രക്രിയകൾ പോലും മാറ്റിവെക്കേണ്ടി വന്നെന്ന ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിൽ ശരിയാണെന്ന് ആരോഗ്യമന്ത്രിക്ക് പോലും ആദ്യം സമ്മതിക്കേണ്ടി വന്നതാണ്. ആരോഗ്യമന്ത്രിയുടെ ഈ സർട്ടിഫിക്കറ്റ് ഏറെ ചർച്ചയാവുകയും ചെയ്തു. നല്ല ഡോക്ടർ, സത്യസന്ധൻ തുടങ്ങിയ ക്രെഡിറ്റും നൽകിയതാണ്. എന്നാൽ പെട്ടെന്ന് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞതും കേരളം കണ്ടതാണ്. ഡോക്ടർ ഒരു സിസ്റ്റത്തെ മോശമാക്കാൻ ശ്രമിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ ഹാരിസിനെതിരെ വെട്ടുകിളി ആക്രമണമാണ് നടന്നത്. ഇപ്പോഴിതാ ഡോക്ടറെ സംശയനിഴലിലാക്കി അന്വേഷണ റിപ്പോർട്ടും, ഡോക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസും. എന്തിനാണ് കാരണം കാണിക്കേണ്ടത്? അച്ചടക്കം ലംഘിച്ചുവെന്നും ഡോക്ടർ ഇല്ലെന്ന് പറഞ്ഞ ഉപകരണങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹൈദരാബാദിൽ നിന്ന് എത്തിച്ചത് അദ്ദേഹം പറഞ്ഞത് ശരിയായതുകൊണ്ടാണ്. സർക്കാർ ഡോക്ടറെ അംഗീകരിച്ചതിന് തുല്യം. അങ്ങനെ ഉപകരണം കാണാതായിട്ടൊന്നുമില്ല. അവിടെ ഉപകരണം കാണാതായ ഉപകരണ ഭാഗം കാണാതായി ഇല്ല, അങ്ങനെ ഉപകരണ ഭാഗങ്ങളും കാണാതായിട്ടുണ്ട്. എനിക്കെതിരെ അങ്ങനെ വലിയ ആക്ഷനൊന്നും ഇല്ല. എനിക്ക് പിന്നെ എന്തോരം ഒരു ഭാഗമായിട്ട് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നടപടി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം അതിനകത്ത് വേറെ തെറ്റുകളൊന്നും ചെയ്തില്ല. ചട്ടവിരുദ്ധത എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ മാധ്യമങ്ങളെ കാണുന്നത്, ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ചട്ടവിരുദ്ധതയാണ്. അതിന് ചെറിയ നടപടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കാരണം കാണിക്കൽ നോട്ടീസിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളാണുള്ളത്, ഒരു സംശയവുമില്ല. ഞങ്ങൾ നൽകിയ മെഡിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ ഇല്ലെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ഡോക്ടറുടെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഉപകരണം കാണാതായി. അങ്ങനെ ഡോക്ടറെ കള്ളനാക്കാനുള്ള നീക്കം. അന്വേഷണ റിപ്പോർട്ട് ഡോക്ടർക്ക് പോലും നൽകാൻ തയ്യാറായിട്ടില്ല. ആരും റിപ്പോർട്ട് കണ്ടിട്ടുമില്ല. കാരണം കാണിക്കൽ എന്തിനാണെന്ന് പറയാൻ മാധ്യമങ്ങളെ കണ്ട ആരോഗ്യമന്ത്രി ഈ ഉപകരണം കാണാനില്ലെന്ന കണ്ടെത്തലിനാണ് പ്രാധാന്യം നൽകിയത്. അതായത് ലക്ഷ്യം ഡോക്ടറെ സംശയനിഴലിലാക്കൽ. എന്തിനാ കൂടുതൽ പറയണത്? ആ ഡോക്ടറെ മോഷണ കുറ്റത്തിൽ വരെ പെടുത്തി എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് അധികാരത്തിലിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരു സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒരു ഡോക്ടർ ക്രൂശിക്കപ്പെടുന്ന പരിതാപകരമായ ഒരു അവസ്ഥയാണ്. അതിനെതിരായി പ്രതിപക്ഷം അതിശക്തിയായി പ്രതികരിക്കും. ആ ഡോക്ടറുടെ പേരിൽ നടപടിയെടുക്കാനുള്ള ഏത് തീരുമാനത്തെയും ഞങ്ങൾ ശക്തിയായി എതിർക്കും. അദ്ദേഹത്തെ ബലിയാടാക്കരുത്. വിമർശിക്കുന്നവരുടെ വായടയ്ക്കൽ അതല്ലാതെ പിന്നെ എന്താണിത്? വളഞ്ഞിട്ടുള്ള ആക്രമണവും. രോഗികൾക്കുണ്ടാകുന്ന പ്രശ്നം ചൂണ്ടിക്കാണിച്ചാൽ നടപടി. ശസ്ത്രക്രിയ പോലും മുടങ്ങി ജീവൻ അപകടത്തിലായാലും മിണ്ടരുത്. ഉപകരണമില്ലാതെ ഓപ്പറേഷൻ മുടങ്ങി ജീവൻ നഷ്ടപ്പെട്ടാൽ ഇതേ ഡോക്ടർ സമാധാനം പറയേണ്ടി വരും.
ഡോക്ടർമാരുടെ സംഘടനയ്ക്കും ഡോക്ടർമാർക്കും സാധാരണ കിട്ടാത്ത പിന്തുണയായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിൽ അദ്ദേഹത്തിന് കിട്ടിയത്. ഡോക്ടറുടെ ജീവകാരുണ്യവും ഇതിന് കാരണമായി. രോഗികളോട് സ്നേഹത്തോടെ പെരുമാറുന്ന ഇരുചക്രവാഹനത്തിൽ ആശുപത്രിയിൽ വരുന്ന അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പമാകുമെന്ന് ആരോഗ്യമന്ത്രിക്കും അറിയാമായിരുന്നു. മുഖ്യമന്ത്രിയും പിന്നെ പാർട്ടി പത്രവും പാർട്ടി സെക്രട്ടറിയും മറ്റ് മന്ത്രിമാരും ഡോക്ടർക്ക് മേൽ ആക്രമണം തുടങ്ങിയതോടെ ആരോഗ്യമന്ത്രിയും ഇപ്പോൾ മലക്കം മറിഞ്ഞു. വീഴ്ചയിലും പഠിക്കാത്ത മലക്കം മറിച്ചു.